ഇപ്പം ഒരു മൂന്നാളുണ്ട് എന്നല്ല പറഞ്ഞത്, ഒരാളെയും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ഇതായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവർ രണ്ടാൾ പോകാൻ സുഹൃത്തുക്കളാണ്, മറ്റോ സുഹൃത്തല്ല. അതായത് ഇങ്ങനെ പറയുന്നുണ്ട് എന്നല്ലാണ്ട് ഇവിടെ വന്നിട്ടും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അതപ്പോൾ അതിൽ നമുക്കൊരു ഒരു സംശയങ്ങൾ വരുന്നുണ്ട്. അത്ര മാത്രമല്ല, ഇതിപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് എന്നെ വിളിപ്പിച്ച് സ്റ്റേഷനിൽ വിളിപ്പിച്ച് പറഞ്ഞപ്പോൾ ഇന്നേക്ക് 17 ദിവസമായി. ഇതുവരെ ഏറ്റവും അയാളെ പറ്റി ആരും വിവരമില്ല, എന്താണ് ഏതാണെന്ന് അറിയുന്നില്ല എന്നത്. പിന്നെ ഇവരോട് പിറ്റേന്ന് തന്നെ ഞാൻ അവരെ രണ്ടാളുടെ വീട്ടിൽ പോയി ചോദിച്ച്, മോനെ ഞങ്ങൾക്ക് ഫോണുണ്ടോ? ഞങ്ങൾ ഈ സംഭവം നടന്നതിന് ശേഷമാണ്. അതാ നടന്ന ശേഷം പെറ്റീഷൻ കൊടുക്കുന്നതിന് മുമ്പേ അവരെ കണ്ടിട്ട് പെറ്റീഷൻ കൊടുക്കാനാണ് എൻ്റെ വിചാരം. അപ്പം സ്വിച്ച് ഓഫാണ് അമ്മയും ഞാനും വിളിച്ചിട്ട് പറയുന്നത്, ഏട്ടനെ വിളിച്ചിട്ട് പറയുന്നത് അങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് സുഹൃത്തുക്കളല്ലേ, നിങ്ങൾക്ക് ഫോനായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് അമ്മേൻ്റെ ഫോണും എൻ്റെ ഫോണും കിട്ടുമ്പോൾ ഓടി വരുമല്ലോ. അപ്പോൾ അവൻ്റെ പദ്ധതി നടക്കില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഫോണില്ലേ, വരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇല്ല അങ്ങനെ പറയില്ല. ഇതിന് ശേഷം ഞാൻ കേസ് കൊടുക്കട്ടെ, പെറ്റീഷൻ കൊടുക്കണമല്ലോ നമ്മൾ, ആളെ കണ്ടില്ലെങ്കിൽ. അങ്ങനെയാണ് എലത്തൂർ സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുത്തിട്ടും പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടും 3 ദിവസം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഇടപെടാതെ വരത്ത് പോകുന്നുണ്ട്. അതപ്പോൾ കണ്ടാൽ നിഖിൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആദ്യം പോവുക, വാഴത്തുരുത്തി. നമ്മളൊക്കെ അവിടെ 10-16 കൊല്ലം താമസിച്ചതാണ്. അപ്പോൾ അവിടുന്ന് എൻ്റെ കൂടെ എന്നിട്ട് എരപ്പാലത്തിൽ വരും. അവിടുന്ന് 10-ാം വർഷം കൊണ്ട് ഞങ്ങൾ പോയിരുന്നത്. എന്നിട്ടും കൂടിയും നമ്മളെ മക്കളെ പോലെ ഞാൻ വിശ്വസിക്കാൻ കൂടിയിട്ട് അവൻ ഒരു പതറില്ല, ഒരു വാക്ക് പോലും മാറി പറഞ്ഞില്ല ഇത്രയും ദിവസമായിട്ട്. ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ അവരാകും. അതിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. വഴിക്ക് പിന്നെ തലമ്പാട്ട, വേങ്ങേരി എന്ന് പറഞ്ഞാൽ തലമ്പാട്ടയാണ് പോയിട്ട് അവൻ്റെ വീട്ടിലും പോകും. ഇല്ല, അപ്പോൾ 2-3 പ്രാവശ്യം ചെന്നപ്പോൾ പറയും, ഇല്ല അച്ഛാ ഓൻ അങ്ങനെ തന്നെയാണ്, വിളിക്കുന്ന പരിപാടിയൊന്നുമില്ല, കാണുമ്പോൾ മാത്രമേ ഓയുള്ളൂ, അതും കേട്ട് പോരുക.